ചരിത്രം തോളിലേറ്റി സാരഥ്യം വഹിച്ചോർ തന്ന ദീപം കൈയിലേന്തി കാലം നീണ്ട കാലം നല്ല പാഠം പകർന്നേറ്റി സ്നേഹകാലം തീർത്ത വിദ്യാലയം തുയിലുണരൂ ഈ വജ്രശോഭയ. വാഗ ജീനിയസ് ഹണ്ട് ക്വിസ് പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടകനായ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി GR അനിലിനെ സ്കൂൾ മാനേജ്മെൻറ്റ് കമ്മിറ്റി പ്രതിനിധിയായ അനിൽ, സ്കൂൾ മാനേജർ ശ്രീകല, പള്ളിച്ചൽ പഞ്ചായത്ത് പ്രസിഡന്റ് K രാകേഷ്, ഇരു സ്കൂളുകളിലെയും പ്രഥമ അധ്യാപികമാർ, ഇരു സ്കൂളുകളിലെയും PTA പ്രസിഡന്റുമാർ, PTA പ്രതിനിധികൾ, ഹയർ സെക്കൻഡറി VHC വിഭാഗം പ്രിൻസിപ്പൽമാർ, മറ്റ് പ്രതിനിധികൾ തുടങ്ങിയവർ സ്വീകരിച്ചു. ഇന്നോടെ സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ, ഉദ്യോഗസ്ഥ ചരിത്രങ്ങളിൽ ഏറെ വ്യക്തിത്വങ്ങൾ സംഭാവന ചെയ്ത നിയമം വിക്ടറി സ്കൂൾ 75-ാം വയസ്സിലേക്ക് കടക്കുന്നു. 75-ാം വയസ്സിലേക്ക് കടക്കുന്ന ഈ മെഗാ ക്വിസ് മത്സരം ഉദ്ഘാടനം ചെയ്യുന്നതിനായി കേരളത്തിന്റെ ആരാധ്യനായ മന്ത്രി ശ്രീ GR അനിൽ സാർ എത്തിച്ചേർന്നിരിക്കുകയാണ്. പഠനത്തിൻ്റെയും ഉത്സാഹത്തിൻ്റെയും ഉത്സവവേദിയായ വാഗ ജീനിയസ് ഹണ്ട് ക്വിസ് മത്സരത്തിൻ്റെ ഔപചാരിക ഉദ്ഘാടന വേദിയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഈശ്വര പ്രാർത്ഥനയ്ക്കായി വർഷയെ ക്ഷണിക്കുന്നു. ദൈവമേ, ഞാനിൻ സവിധേ കൂപ്പു കൈകളുമായെന്നും അണഞ്ഞിടുമ്പോൾ നീ നിൻ കൃപ എന്നിൽ തൂകണമേ. വിദ്യയേകിടും ഈ വിദ്യാലയത്തെയും നേർവഴി കാട്ടുന്നോരധ്യാപകരെയും ഞാൻ ചെയ്ത കർമ്മങ്ങൾ കൃപയാലാകണമേ. എൻ്റെ വീഥികളിൽ നീ ദീപമായിടണേ. ദൈവമേ, ഞാനിൻ സവിധേ കൂപ്പു കൈകളുമായെന്നും അണഞ്ഞിടുമ്പോൾ നീ നിൻ കൃപ എന്നിൽ തൂകണമേ. കൃപ എന്നിൽ തൂകണമേ. കൃപ എന്നിൽ തൂകണമേ. വിക്ടറി സ്കൂളുകളുടെ മാനേജർ KV ശ്രീകല സ്വാഗതകർമ്മം നിർവഹിച്ചു. ഈ പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടകൻ ശരിക്കും അദ്ദേഹം ഒട്ടും വ്യത്യസ്തനല്ല. കാരണം ഓരോ പടി ഉയരുന്തോറും എത്രയോ വർഷം കൊണ്ട് ഈ സ്കൂളിലെ ഓരോ പ്രോഗ്രാമിനും ഇവിടെ എത്തിയിട്ടുണ്ട്. ശരിക്കും അല്ലേ, കൗൺസിലറായ അപ്പോഴും മുതൽ നമ്മുടെ ഓരോ പ്രോഗ്രാമിലും എപ്പോൾ വിളിച്ചാലും അദ്ദേഹം സന്തോഷത്തോടെ ഇവിടെ എത്തും. ഏവർക്കും എല്ലാവരോടും വളരെ സൗമ്യമായി സംസാരിക്കുകയും പെരുമാറുകയും ചെയ്ത് നമുക്ക് ഏറ്റവും എന്ന് വെച്ചാൽ അത്രത്തോളം സ്നേഹപൂർണമായ പെരുമാറ്റം കൊണ്ട് നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളിലും പങ്കെടുത്തിട്ടുള്ള അദ്ദേഹത്തെ ബഹുമാന പുരസ്കാരം എല്ലാവരുടെ പേരിലും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്ത് ഈ സ്കൂൾ സ്ഥിതി ചെയ്യുന്ന വാർഡിലെ മെമ്പർ, ഈ സ്കൂളിലെ തന്നെ പൂർവ്വ വിദ്യാർത്ഥി ശ്രീ വിനോദിനെയും എല്ലാവരുടെ പേരിലും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ സ്കൂളിൻ്റെ അതായത് VVHSSലെ PTA പ്രസിഡന്റ് ശ്രീ പ്രഭാതും ഈ സ്കൂളിലെ തന്നെ അംഗമാണ്. പ്രഭാതിനെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. തൊട്ട് നമ്മുടെ തന്നെ സഹോദര സ്ഥാപനമായ വിക്ടറി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ PTA പ്രസിഡന്റ് ശ്രീമതി കവിത ഉണ്ണിയെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഒപ്പം സാന്നിധ്യം കൊണ്ട് ഇവിടെ ഇരിക്കുന്ന അതായത് നമ്മുടെ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ശ്രീമതി ലീന, ശ്രീമതി ബിന്ദു പിള്ളെ, ഗേൾസ് സ്കൂളിലെ HM ശ്രീമതി ആശ S നായർ,
ഈ പ്രോഗ്രാമിൻ്റെ മുഴുവനും ജനറൽ കൺവീനറായ ഞങ്ങളുടെ ട്രസ്റ്റ് അംഗം കൂടെയാണ് ശ്രീമതി ഷീബ. എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം മാനേജ്മെൻറ്റ് ട്രസ്റ്റി അംഗങ്ങൾ, പല സ്കൂളുകളിൽ നിന്നും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ രക്ഷിതാക്കൾക്കും, എല്ലാ ടീച്ചേഴ്സിനും, എല്ലാ കുട്ടികൾക്കും, ഇവിടെ ഉള്ള എല്ലാ അനധ്യാപകർക്കും, എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്കും സ്നേഹപൂർവ്വം സ്വാഗതം പറഞ്ഞുകൊണ്ട് വിരമിക്കുന്നു. നിയമം വിക്ടറി സ്കൂളിനെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു മുഹൂർത്തമാണ്. ഡയമണ്ട് ജൂബിലി ആഘോഷ പരിപാടികളുടെ തുടക്കത്തിൽ അതിൽ പങ്കെടുക്കുവാൻ എന്നെ നേരിട്ട് വിളിച്ചതാണ്. അന്ന് അതിൽ പങ്കെടുക്കാൻ കഴിയാത്ത, സ്ഥലത്തില്ലാത്ത സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് തന്നെ അടുത്ത പരിപാടികളിൽ ഏതെങ്കിലും പങ്കെടുക്കാമെന്ന് ഞാൻ അന്ന് സമ്മതിച്ചതാണ്. അതുകൊണ്ട് തന്നെ വളരെ സന്തോഷകരമായിട്ടുള്ള ഈ മുഹൂർത്തത്തിൽ നിങ്ങളോടൊപ്പം പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള അതിയായ സന്തോഷം ഞാൻ അറിയിക്കുകയാണ്. എൻ്റെ അമ്മ ഈ സ്കൂളിലാണ് പഠിച്ചത്. ഈ പള്ളിച്ചൽ, കല്ലിയൂർ, നേമം, ഈ ചുറ്റുപാടുള്ള പഞ്ചായത്തുകളിലെ ഒരു തലമുറയല്ല, 3-4 തലമുറ ഈ സ്കൂളിൽ പഠിച്ചു. എനിക്കിവിടെ പഠിക്കാൻ ഭാഗ്യം ലഭിച്ചില്ല എങ്കിലും എൻ്റെ സഹോദരങ്ങൾ ഈ സ്കൂളിലാണ് പഠിച്ചത്. അതുപോലെ അവരുടെ അടുത്ത തലമുറയും ഈ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. ഒരു 3-4 തലമുറയിൽ 10,000-കണക്കായ വിദ്യാർത്ഥികൾക്ക് അവരുടെ വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ അല്ലെങ്കിൽ ഉയർന്ന തലങ്ങളിലേക്ക് പോകാൻ സഹായിച്ച ഏറ്റവും വലിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊന്നാണ് ഈ വിക്ടറി സ്കൂളുകളിൻ്റെ. ഈ സ്കൂളാണെങ്കിലും തൊട്ടടുത്ത ഗേൾസ് ആണെങ്കിലും വിക്ടറി സ്കൂൾ ക്യാമ്പസിലുള്ള വിവിധങ്ങളായ വിദ്യാലയങ്ങൾ. നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ നമ്മുടെ ഈ പ്രദേശങ്ങളിൽ ഏറ്റവും പഴക്കമുള്ള വിദ്യാലയങ്ങളൊന്നാണ് വിക്ടറി ഹൈസ്കൂൾ. അതാണ് ഞാൻ സൂചിപ്പിച്ചത്, എൻ്റെ അമ്മയും ആ തലമുറയിൽപ്പെട്ടവരും പഠിച്ച സ്കൂളെന്ന് പറഞ്ഞത്. അതിനുശേഷം തൊട്ടടുത്ത കൃഷ്ണപുരം അതുപോലുള്ള മറ്റ് സ്കൂളുകൾ കടന്നു വരികയുണ്ടായി. കല്ലിയൂരിലെ ഹൈസ്കൂളായി മാറിയത് അതിന് ശേഷമാണ്. പുന്നമൂട്, അതുപോലെ പാപ്പനംകോട് ഹൈസ്കൂൾ വന്നതും അതിന് ശേഷമാണ്. വിളവൂർക്കല്ലെ ഹൈസ്കൂൾ വന്നതും അതിന് ശേഷമാണ്. ഞാനത് നമ്മുടെ മുൻ തലമുറ പരിമിതമായിട്ടുള്ള വിദ്യാഭ്യാസ സൗകര്യങ്ങളാണ് ആ കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ഉപരിപഠനങ്ങളിലേക്ക് അല്ലെങ്കിൽ ഹൈസ്കൂൾ തല പഠനങ്ങളിലേക്ക്, അതിന് മുകളിലോട്ടുള്ള ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്കെല്ലാം വർഷങ്ങൾക്ക് മുമ്പ്, 1-2 തലമുറയ്ക്ക് മുമ്പ്
പഠിക്കാൻ കഴിയണമെങ്കിൽ എല്ലാ കുടുംബങ്ങളിലെ എല്ലാ അംഗങ്ങൾക്കും പഠിക്കാനുള്ള സാഹചര്യമില്ലായിരുന്നു. ഇന്നത്തെ എൻ്റെ മുന്നിലിരിക്കുന്ന കുഞ്ഞുങ്ങൾ അവർക്ക് അതിനെ സംബന്ധിച്ച് വലിയ ധാരണയില്ലാത്തത് കൊണ്ടാണ് ഞാനത് സൂചിപ്പിച്ചത്. അന്ന് കാഞ്ഞിരംകുളം സ്കൂളിലോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തെ സ്കൂളിലോ പോയാൽ ഹൈസ്കൂൾ തലത്തിലുള്ള വിദ്യാഭ്യാസം ലഭ്യമാകാൻ കഴിയുന്ന സാഹചര്യം മുമ്പുണ്ടായിരുന്നു. എന്നുമാത്രമല്ല, വിദ്യാഭ്യാസം കുറച്ചെങ്കിലും സാമ്പത്തിക ശേഷിയുള്ള കുടുംബങ്ങളിലെ അംഗങ്ങൾക്ക് മാത്രമാണ് യാഥാർത്ഥ്യമാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം. അവിടെ നിന്നാണ് സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മുടെ ഭരണഘടനയിൽ പറയുന്ന അനുസരിച്ച് സാർവത്രികമായ സൗജന്യ വിദ്യാഭ്യാസം യാഥാർത്ഥ്യമായി. നമ്മുടെ സംസ്ഥാനത്തെ ഒന്നാമത്തെ ഗവൺമെൻറ് 57-ലെ ഗവൺമെൻറ്റാണ് പ്രൈമറി തലത്തിലുള്ള വിദ്യാഭ്യാസം സാർവത്രികവും സൗജന്യമായി പ്രഖ്യാപിച്ച് മുഴുവൻ കുഞ്ഞുങ്ങൾക്കും പഠനം ഉറപ്പുവരുത്തുന്ന സാഹചര്യം സൃഷ്ടിച്ചത് എന്ന് നമുക്കെല്ലാം അറിയാം. ഇന്നിപ്പോൾ കേരളത്തിൻ്റെ ഏത് കേന്ദ്രങ്ങളിൽ പോയാലും ഏത് ചെറു ഗ്രാമപ്രദേശത്ത് ചെന്നാലും സ്കൂളിൽ പഠിക്കാൻ പോകേണ്ട പ്രായത്തിലെ കുഞ്ഞുങ്ങൾ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന, പഠിക്കാൻ പോകാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ടുന്ന ഒരു സാഹചര്യം നമ്മുടെ സംസ്ഥാനത്തില്ല. എന്നാൽ അതല്ല രാജ്യത്തിൻ്റെ ചിത്രം. നമ്മെപ്പോലെ തന്നെ ഒരേ കാലഘട്ടത്തിലാണല്ലോ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളും സ്വാതന്ത്ര്യലബ്ധി കൈവരിക്കാൻ കഴിഞ്ഞത്. കേരളം വിട്ട് നമ്മൾ വടക്കേ ഇന്ത്യയിലേക്ക് കടന്നു പോകുമ്പോൾ എത്ര ദാരുണമായിട്ടുള്ള രംഗമാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ പഠനത്തിന് പോകാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന, കൈനീട്ടി നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണേണ്ടി വരുന്നു. കേരളത്തിൽ കാസർഗോഡ് മുതൽ പാറശാല വരെ യാത്ര ചെയ്താൽ അത്തരം ഒരു ദൃശ്യം ഒരു കേന്ദ്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അതാണ് കേരളത്തിലെ ഗവൺമെൻറ്റുകൾ കാലാകാലങ്ങളിലെ വിദ്യാഭ്യാസ കാര്യത്തിന് നൽകുന്ന പ്രാധാന്യമെന്ന് നമ്മുടെ പുതിയ തലമുറ നന്നായിട്ട് അറിയണം. ഓരോ ഘട്ടങ്ങളിലും 57 മുതൽ മാറി മാറി വന്ന ഗവൺമെൻറ്റുകൾ വിദ്യാഭ്യാസ മേഖലയ്ക്ക് കൊടുത്തിട്ടുള്ള ഊന്നൽ നമുക്ക് പ്രത്യേകം പുറകോട്ട് നോക്കിയാൽ അത് കാണാൻ കഴിയും. ഈ ഗവൺമെൻറ്, ഞാൻ ഉൾപ്പെടുന്ന ഭരണ സംവിധാനം കേരളത്തിലെ വിദ്യാഭ്യാസം, പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്ക്, ഗവൺമെൻറ് എയ്ഡഡ് സ്കൂളുകൾക്ക് അതുമായി ബന്ധപ്പെട്ട് പഠനത്തിലേക്ക് എത്തുന്ന കുഞ്ഞുങ്ങൾക്ക് ആ പഠന സൗകര്യങ്ങൾ പാഠ്യവിഷയങ്ങളിൽ മാത്രമല്ല, പാഠ്യേതര വിഷയങ്ങളിൽ ഉൾപ്പെടെ കലാ കായിക മേഖലയ്ക്ക് ഉൾപ്പെടെ നൽകുന്ന പ്രാധാന്യം വളരെ വളരെ വലുതാണ്. കഴിഞ്ഞ ദിവസം എൻ്റെ മണ്ഡലത്തിലെ SLC +2 പരീക്ഷയിലെ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് 2 ദിവസങ്ങളിലായി നടത്തിയ അനുമോദന ചടങ്ങ് കേരളത്തിൻ്റെ ബഹുമാന്യനായ വിദ്യാഭ്യാസ മന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞത് 6000-ഓളം കോടി രൂപ കഴിഞ്ഞ 9 വർഷമായി നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖലയുടെ സംരക്ഷണത്തിന് വേണ്ടി, പുരോഗതിക്ക് വേണ്ടി, അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടി ഗവൺമെൻറ് ചെലവഴിച്ചതായിട്ടാണ്. സമീപകാല ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ പങ്കാണ്, ഇടപെടലാണ് അത് കാണാൻ കഴിയുന്നത്. ഞങ്ങളുടെ തലമുറയിൽപ്പെട്ടവർ സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മൾ ഇന്ന് കാണുന്ന ഇത്തരം സൗകര്യങ്ങൾ അന്നില്ലായിരുന്നു. ഇവിടെ ഇരിക്കുന്ന മുതിർന്ന ആളുകൾ, മുതിർന്ന രക്ഷകർത്താക്കൾ, അവർ പഠിച്ചിരുന്ന കാലഘട്ടത്തിൽ നമ്മുടെ സ്കൂൾ സൗകര്യങ്ങൾ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ വേണ്ടത്ര മെച്ചമായിരുന്നില്ല. എന്നാൽ കാലാകാലങ്ങളിലെ ഗവൺമെൻറ്റുകൾ, ഇന്ന് എല്ലാം പൂർണ്ണമായി എന്നുള്ള അഭിപ്രായമല്ല ഞാൻ പറയുന്നത്, നമ്മുടെ സ്കൂൾ അന്തരീക്ഷം മെച്ചപ്പെടുത്താൻ, പഠന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ
പാഠ്യവിഷയങ്ങൾ മാത്രമല്ല മറ്റ് കാര്യങ്ങളിൽ കുട്ടികളെ കൂടുതൽ തയ്യാറാക്കി എടുക്കാനുള്ള ശ്രദ്ധേയമായ ഇടപെടലാണ്. നമ്മുടെ സ്കൂൾ കലോത്സവങ്ങൾ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. താഴെ തലം മുതൽ സ്കൂൾ തലം മുതൽ സംസ്ഥാന തലം വരെയുള്ള കലാ മത്സര പരിപാടികളിലെ പങ്കാളിത്തം, അതിന് നമ്മൾ കൊടുക്കുന്ന ശ്രദ്ധേയമായിട്ടുള്ള ഊന്നലുകൾ, അതുപോലെ കായിക മത്സരങ്ങളിൽ ഞാൻ കഴിഞ്ഞ തവണ സംസ്ഥാനതല കായിക മത്സരം എറണാകുളത്ത് നടക്കുമ്പോൾ പങ്കെടുത്തതാണ്. ഒരു 15,000-ത്തിലധികം വിദ്യാർത്ഥികൾ നേരിട്ട് ആ പരിപാടിയിൽ പങ്കെടുക്കുകയാണ്. അതുപോലെ കഴിഞ്ഞ സ്കൂൾ യുവജനോത്സവത്തിൻ്റെ സംസ്ഥാനതല യുവജനോത്സവത്തിൻ്റെ സംഘാടക സമിതിയുടെ ചെയർമാൻ തലസ്ഥാനത്ത് ഞാനായിരുന്നു. ആയിരക്കണക്കായ വിദ്യാർത്ഥികൾ ആ മത്സരങ്ങളിൽ രക്ഷകർത്താക്കൾ ഉൾപ്പെടെ പങ്കെടുക്കുകയാണ്. ഞാനീ പറഞ്ഞത് അതെല്ലാം നമ്മുടെ ഭാവി തലമുറയ്ക്ക് പഠനത്തിലും പാഠ്യേതര വിഷയങ്ങളിലും ഗവൺമെൻറ് പൊതുസമൂഹം നൽകുന്ന പിന്തുണ, ആ പ്രവർത്തനങ്ങൾ മറ്റൊരിടത്തും കാണാത്ത ഒന്നാണ് എന്നുള്ള കാര്യം ഞാൻ സൂചിപ്പിച്ചതാണ്. അതുകൊണ്ട് തന്നെ സ്കൂൾ അന്തരീക്ഷത്തിലെ അധ്യാപകരുടെയും PTA-യുടെയും ശ്രദ്ധാപൂർവമായ ഇടപെടലുകൾക്കനുസരിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾ മുന്നോട്ട് പോകണമെന്നതാണ് എനിക്ക് ആദ്യം സൂചിപ്പിക്കാനുള്ളത്. പഠിക്കേണ്ടുന്ന സമയത്ത് ആ പഠനത്തിൽ നന്നായി ശ്രദ്ധിക്കണം. നല്ല മിടുക്കരാണ് നമ്മുടെ കുട്ടികൾ. കഴിഞ്ഞ നാളുകളിലെ റിസൾട്ടുകൾ നോക്കുമ്പോൾ നമുക്കത് വ്യക്തമായി കാണാൻ കഴിയും. ഞങ്ങൾ പഠിച്ചിരുന്ന കാലത്ത് നിങ്ങൾ അറിയേണ്ടുന്നത്, ഞാനന്ന് ഹൈസ്കൂളിലെ SSLC പരീക്ഷ റിസൾട്ട് വരുമ്പോൾ ആ കാലഘട്ടത്തിൽ, എൻ്റെ വർഷത്തിൽ മാത്രമല്ല, ആ കാലഘട്ടത്തിലെ ഗവൺമെൻറ് എയ്ഡഡ് സ്കൂളുകളായിട്ടുള്ള പൊതുവിദ്യാഭ്യാസ കേന്ദ്രങ്ങളിലെ റിസൾട്ട് വളരെ വളരെ പിന്നോക്കമായിരുന്നു. ഒരു വിദ്യാർത്ഥി പോലും വിജയിക്കാത്ത നിരവധി സ്കൂളുകളുടെ പേരുകൾ അന്നത്തെ മുഖ്യധാര പത്രങ്ങൾ കാണാൻ കഴിയുമായിരുന്നു. ഒരു വിദ്യാർത്ഥി പോലും വിജയിക്കാത്ത. ഇന്നാണെങ്കിലോ നിങ്ങൾ നല്ല മിടുക്കരാണെന്ന് ഞാൻ എടുത്തു പറഞ്ഞത് അതുകൊണ്ടാണ്. ഇന്ന് നമ്മൾ എത്ര സ്കൂളുകൾക്കാണ്, ഒരു നിയോജക മണ്ഡലത്തിലെ തന്നെ മഹാഭൂരിപക്ഷ സ്കൂളുകൾ 100% റിസൾട്ടാണ്. അതുപോലെ A+ നേടിയ കുട്ടികളുടെ എണ്ണം എടുത്താലോ, ഞാൻ കഴിഞ്ഞ ദിവസം പോത്തൻകോടുള്ള എൻ്റെ മണ്ഡലത്തിലെ ഒരു ട്യൂട്ടോറിയൽ കോളേജിൽ, ഒരു പാരലൽ കോളേജിൽ ചെല്ലുമ്പോൾ ആ പാരലൽ കോളേജിൽ തന്നെ 150-ൽ പരം കുട്ടികൾക്ക് എല്ലാ വിഷയത്തിനും A+ ആണ്. സ്കൂളുകളുടെ കാര്യമായിട്ട് പറയണം. നമ്മുടെ ജില്ലയിലെ ആ മികവാർന്ന റിസൾട്ട് നേടിയ എത്ര സ്കൂളുകൾ. അപ്പം അതുകൊണ്ട് ആ തലമുറ, ആ പഠിച്ചു വരുന്ന കുഞ്ഞുങ്ങൾ പലവിധത്തിലുള്ള സാഹചര്യങ്ങൾ കൊണ്ട് വഴി മാറിപ്പോകാനുള്ള സാഹചര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ആ വഴി മാറിപ്പോകാൻ കഴിയുന്ന സാഹചര്യങ്ങൾ, ആ ചതിക്കുഴികളിലേക്ക് നമ്മൾ വീണു പോകാതിരിക്കുകയാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം. നമ്മുടെ സമൂഹത്തെക്കുറിച്ചും നമ്മുടെ സാഹചര്യങ്ങളെക്കുറിച്ചും പൊതുവിദ്യാഭ്യാസ കാര്യങ്ങളെക്കുറിച്ചുമെല്ലാം വിദ്യാർത്ഥികൾ നല്ല അറിവുള്ളവരായി മാറണം. ഈ ക്വിസ് മത്സരത്തിൻ്റെ ഏറ്റവും പ്രധാനം അതുതന്നെയാണ്. മുൻപ് സ്കൂളുകളിൽ ഞങ്ങൾ പഠിക്കുന്ന സമയത്ത്, ഇപ്പോഴുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്, എനിക്കറിയില്ല എങ്കിലും ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് അന്നുള്ള പത്രങ്ങളിലെ പ്രധാന വാർത്ത കട്ട് ചെയ്ത് കൊണ്ടുവന്ന് അസംബ്ലിയിൽ വായിക്കണം. ഇപ്പോഴും ഉണ്ടല്ലേ ടീച്ചറെ? അത് മാറി മാറി വരുന്ന, ഓരോ അസംബ്ലിയിലും മാറി മാറി വരുന്ന കുട്ടികൾ സ്വാഭാവികമായും അന്ന് പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ, ഇന്നിപ്പോൾ നമുക്ക് ദൃശ്യ മാധ്യമങ്ങളെല്ലാം ആക്റ്റീവായതുകൊണ്ട് ഓരോ നിമിഷവും നമുക്ക് വാർത്തകൾ അറിയാൻ പറ്റും. പക്ഷെ അന്ന് പത്രങ്ങളിലൂടെ അറിയാൻ കഴിയുള്ളൂ. അതുണ്ടാക്കുന്ന ഒരു അറിവ് വളരെ വളരെ വലുതാണ്. അതുകൊണ്ട് ഇതുപോലുള്ള ക്വിസ് മത്സരമടക്കമുള്ള മത്സരങ്ങളിലൂടെ ജനറൽ നോളജിനെ സംബന്ധിച്ച് പൊതുവിവരങ്ങൾ അറിയാനുള്ള, അത് മനസ്സിലാക്കാനുള്ള സാഹചര്യം നമുക്ക് കൂടുതൽ കൈവരിക്കാൻ കഴിയുകയാണ്. അതിലൂടെയെല്ലാം
നമുക്ക് കൂടുതൽ അറിവ് നേടാൻ ആ സാഹചര്യങ്ങളെ നന്നായി പ്രയോജനപ്പെടുത്തണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഞാൻ ദീർഘമായ പ്രസംഗത്തിലേക്ക് കടന്നു പോകുന്നില്ല. എനിക്ക് മറ്റ് പല പരിപാടികൾ നിരവധി ഉള്ളതുകൊണ്ടാണ് എന്നെ വിളിക്കാൻ വരുമ്പോൾ ഞാനതിൻ്റെ ചില പ്രയാസങ്ങൾ സൂചിപ്പിച്ചത്. എന്നാൽ പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ നിർബന്ധം വന്നേ മതിയാവൂ എന്നുള്ളതാണ്. നേമം സ്കൂളിൻ്റെ മാനേജ്മെൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട കുടുംബമാണ്. എല്ലാവരും, ഒരാളല്ല, എല്ലാ അംഗങ്ങളും. സ്വാഗതം പറഞ്ഞ ടീച്ചർ ഉൾപ്പെടെ നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്ന അനിലടക്കമുള്ള എല്ലാ അംഗങ്ങളെയും അത്ര കണ്ടുള്ള സൗഹൃദവും ബന്ധവും ഉള്ളത് കൊണ്ട് മറ്റുള്ളവരെ പോലെ നമുക്ക് പറഞ്ഞ് ഒഴിവാക്കാൻ പറ്റില്ല. സമയം കണ്ടുപിടിച്ചാണ് ഞാനിവിടെ എത്തിയത്. അതാണ് ഉച്ച സമയത്ത് ഇവിടെ എത്തിയത്. ഭക്ഷണം കഴിച്ചത് തന്നെ നിന്ന് കഴിക്കും പോലെയാണ് കഴിച്ചിട്ട് വന്നത്. വളരെ വളരെ സന്തോഷകരമായ ഒരു സദസ്സും വേദിയുമാണ്. വളരെയേറെ സന്തോഷത്തോടു കൂടി ഈ ഡയമണ്ട് ജൂബിലി ആഘോഷങ്ങൾക്ക് 75 വർഷത്തെ പ്രവർത്തനങ്ങളിലൂടെ നമ്മൾ കൈവരിച്ച വിജയകരമായ ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ സമൂഹത്തിനും പുതുതലമുറയ്ക്കും പരിചയപ്പെടുത്താൻ അറിയിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ്. സ്കൂളിനെ സംബന്ധിച്ച് മാനേജ്മെൻറ്റ് ആ ഭാവനയോടുകൂടിയാണ് ഒരു വർഷത്തെ പരിപാടികൾ തയ്യാറാക്കിയിരിക്കുന്നത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഓരോ മാസവും വെവ്വേറെയായിട്ടുള്ള ഓരോ പരിപാടികൾ കുട്ടികൾക്ക് പുതിയ അറിവ് നേടാൻ കഴിയുന്ന സാഹചര്യം ഒരുക്കുന്ന അത്തരം നടപടികൾ, അത്തരം നിലപാടുകളെ വളരെ സന്തോഷത്തോടു കൂടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഓരോ മാസവും ഡയമണ്ട് ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായിട്ടുള്ള വിവിധങ്ങളായ പരിപാടികൾ വിജയകരമായി നടത്തുവാൻ സാധിക്കട്ടെ എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. നല്ല വിദ്യാർത്ഥികളായി മാറാൻ, നല്ല റിസൾട്ട് കൈവരിക്കാൻ, നന്നായി അറിവ് നേടാൻ ഈ സ്കൂളിൻ്റെ അന്തരീക്ഷവും സ്കൂളിൻ്റെ പഠനവുമെല്ലാം നിങ്ങൾക്കെല്ലാം ഉപകരിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് അതിനുള്ള അവസരങ്ങൾ വിജയകരമായി പൂർത്തിയാക്കാൻ ഞങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പറഞ്ഞ് ഈ പരിപാടി വളരെ ഔപചാരികമായി ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നു. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. പള്ളിച്ചൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രാകേഷ് അധ്യക്ഷ പ്രസംഗം നടത്തി. വിക്ടറി സ്കൂളിൻ്റെ ഡയമണ്ട് ജൂബിലി ആഘോഷ പരിപാടികൾ ആദരണീയനായ ഗോവ ഗവർണറായിരുന്ന ശ്രീ PS ശ്രീധരൻപിള്ള സാറാണ് അന്ന് ഉദ്ഘാടനം നിർവഹിച്ചത്. അന്ന് ഈ വേദിയിൽ ഞാനും ഉണ്ടായത്. അവിടെ നിന്ന് തുടങ്ങി നിരവധി മൂല്യബോധമുള്ള പരിപാടികളുമായി ഈ ഡയമണ്ട് ജൂബിലി വാർഷികാഘോഷ പരിപാടികൾ മുന്നോട്ട് പോവുകയാണ്. നേമം വിക്ടറി സ്കൂളിൽ നമ്മളിതുവരെ സഞ്ചരിക്കുമ്പോൾ എന്നെപ്പോലുള്ള ധാരാളം പേരുടെ മനസ്സിൽ ഉണ്ടാകുന്നത് അഭിമാന ബോധത്തോടു കൂടിയുള്ള ആ ഒരു നോട്ടവും മായാണ് ഇതുവഴി കടന്നു പോകുന്നത്. നമ്മൾ പഠിച്ച സ്കൂൾ, ഈ നാടിന് എല്ലാം നൽകിയ, അറിവ് നൽകിയ ഈ സ്കൂള് ഒരു ഘട്ടം കഴിയുമ്പോൾ അത് വലുതായി മുന്നോട്ട് പോകുന്ന ആ കാഴ്ച വളരെ സന്തോഷകരവും അഭിമാനബോധവും നൽകുന്ന ഒന്നാണ്. ഇവിടെ ബഹുമാനായ മന്ത്രി അദ്ദേഹം സൂചിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ മാതാവ് ഈ സ്കൂളിൽ പഠിച്ചു എന്നാണ്. ഞാനിവിടെ ഇരിക്കുമ്പോൾ ആദ്യം വന്നപ്പോൾ എന്നോട് എൻ്റെ അമ്മ പഠിച്ച സ്കൂളെന്നാണ്, എൻ്റെ സഹോദരങ്ങൾ ഇവിടെ പഠിച്ച സ്കൂളെന്നാണ്. അങ്ങനെ എത്രയോ ആളുകൾ ഇവിടെ നിന്ന് കിട്ടിയ അറിവ് കൊണ്ടാണ് നമ്മുടെ നാട്ടിലേക്ക് ഇന്ന് ഈ നിലകളിലേക്ക് എത്തി നിൽക്കപ്പെടുന്നു എന്നുള്ള ബോധം നമുക്കുണ്ടാവണം. എൻ്റെ മുന്നിലിരിക്കുന്ന പ്രിയപ്പെട്ട കുട്ടികൾ, അവർ വിവിധങ്ങളായ സ്കൂളുകളിൽ നിന്ന് ഇന്ന് ഈ പരിപാടിക്ക് എത്തിച്ചേർന്നതാണ്. മിടുക്കിമാരുമായ പ്രിയപ്പെട്ട കുട്ടികൾ, അവര് ഈ മത്സരം
ഗ്രാൻഡ് മാസ്റ്റർ ശ്രീ GS പ്രദീപ് അവർ അദ്ദേഹത്തിന്റെ നേതൃത്വം നടക്കുമ്പോൾ നമുക്ക് അദ്ദേഹത്തെ നമ്മൾ സ്നേഹവും ബഹുമാനവും ആദരവും നോക്കിക്കാണുന്ന ഒരു വലിയ വ്യക്തിയാണ്. കാരണം അദ്ദേഹത്തിന്റെ ഓരോ പ്രോഗ്രാമുകളും അശ്വമേധമുള്ള പരിപാടികൾ, അദ്ദേഹം നടത്തുന്ന ഇടപെടലുകൾ, അദ്ദേഹത്തിന്റെ സാന്നിധ്യം തന്നെ കുട്ടികളെ സംബന്ധിച്ച് ഏറ്റവും വലിയ മഹത്തരമായ കാര്യമായിട്ടാണ് കാണുന്നത്. നമുക്ക് നമ്മുടെ ഇവിടെ വന്ന കുട്ടികൾക്ക് അതിനൊരു അവസരം ഇന്ന് ഈ ഡയമണ്ട് ജൂബിലിയുടെ ഭാഗമായി ഉണ്ടായിരിക്കുന്നത് ഒരു വലിയ ഭാഗ്യമാണ്. അദ്ദേഹം കൂടെ എത്തിച്ചേർന്നിട്ടുണ്ട്. പരിപാടികളുടെ ആരംഭിക്കും. ഞാനതുകൊണ്ട് ദീർഘിപ്പിക്കുന്നില്ല. എന്നെ മുന്നിരിക്കുന്ന പ്രിയപ്പെട്ട കുട്ടികളോട് സൂചിപ്പിക്കാനുള്ളത്, എല്ലാവരെയും സ്നേഹിക്കാനും സഹിഷ്ണുതയോടെ പെരുമാറാനും കൂടെയുള്ള എല്ലാവരെയും അംഗീകരിക്കുവാനുള്ള ആ ഒരു ബോധം നമ്മുടെ പുതിയ തലമുറയിലെ കുട്ടികൾക്ക് തീർച്ചയായും ഉണ്ടാവണം. അധ്യാപകരെയും രക്ഷിതാക്കളെയും കൂടപ്പിറപ്പുകളെയും കൂട്ടുകാരെയും ഒക്കെ വളരെ സ്നേഹത്തോടെ എല്ലാം ഉൾക്കൊണ്ടു പോകാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു നിലവാരത്തിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസ നിലവാരം മുന്നോട്ട് പോകണം. സർക്കാർ ഈ വർഷം മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസ പരിപാടിക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട്. അതിന്റെ പരിശീലനമാണ് സ്കൂളിന്റെ ആദ്യഘട്ടത്തിൽ നൽകിയത്. ഞാനും ഈ സ്കൂളിൽ വന്ന് ആ പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനത്തിൽ പങ്കെടുത്ത വ്യക്തിയാണ്. അപ്പൊ അത്ര കണ്ട് വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് വിദ്യാഭ്യാസ മേഖലയെ, പൊതുവിദ്യാഭ്യാസ മേഖലയെ സർക്കാർ കാണുന്നു എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇവിടെ നമ്മുടെ വാഗ എന്ന് പേരിട്ടിരിക്കുന്ന നമ്മുടെ ഈ സ്കൂളിന്റെ ഡയമണ്ട് ജൂബിലി ആഘോഷ പരിപാടികൾ ഇന്ന് ജീനിയസ് ഹണ്ട് ക്വിസ് കോമ്പറ്റീഷനാണ് ഇവിടെ നടക്കുന്നത്. ഈ പരിപാടിയിൽ ഇതിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്ന വിവിധങ്ങളായ സ്കൂളുകളിൽ നിന്ന് എത്തിച്ചേർന്ന എല്ലാവരെയും ഈ അവസരത്തിൽ വിജയാശംസകൾ നേർന്നുകൊണ്ട്, എല്ലാ നന്മകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. വാർഡ് മെമ്പർ EB വിനോദ് കുമാർ ആശംസകൾ അർപ്പിച്ചു. നമ്മുടെ സ്കൂളിൻ്റെ ഡയമണ്ട് ജൂബിലി ആഘോഷയുടെ ഭാഗമായിട്ട് വിവിധവും വ്യത്യസ്തമായ ധാരാളം പരിപാടികൾ സംഘടിപ്പിച്ചു വരികയാണ്. ഇതിലെ ഒരു വ്യത്യസ്തമായൊരു അർത്ഥവത്തായ പരിപാടിയാണ് നമ്മുടെ ഇന്നത്തെ ഈ ക്വിസ് കോമ്പറ്റീഷൻ. നമ്മുടെ വിദ്യാർത്ഥികളിൽ അന്തർലീനമായിരിക്കുന്ന അവരുടെ കഴിവുകളെ പുറത്തു കൊണ്ടുവരുന്നതിനും അത് പരിപോഷിച്ച് അവരെ മികച്ച മറ്റു മത്സര പരീക്ഷകളിലേക്ക് ഉന്നത സ്ഥാനം കരസ്ഥമാക്കുന്നതിനുള്ള ഒരു പ്രോഗ്രാമാണ് ഇവിടെ നടക്കുന്നത്. ഈ ഇന്റർ സ്കൂൾ ക്വിസ് കോമ്പറ്റീഷന് എൻ്റെ എല്ലാ വിഭാഗവും നൽകുന്നു. നന്ദി, നമസ്കാരം. വിക്ടറി ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ PTA പ്രസിഡന്റ് പ്രഫാദ് MS ആശംസകൾ അർപ്പിച്ചു. എന്തിനു വേണ്ടിയിട്ടാണോ നമ്മളിവിടെ ഇന്ന് ഈ പരിപാടി സംഘടിപ്പിച്ചത്, ആ പരിപാടിയുടെ ഉദ്ഘാടകൻ വളരെ നേരത്തെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. വാഗ 2025 നമ്മുടെ സ്കൂളിൻ്റെ ഡയമണ്ട് ജൂബിലി ആഘോഷത്തോട് അനുബന്ധിച്ചുള്ള പ്രതിമാസ പരിപാടികളിൽ ഏറ്റവും മികവാർന്ന പരിപാടി എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഗ്രാൻഡ് മാസ്റ്റർ GS പ്രദീപ് നയിക്കുന്ന ഈ പരിപാടിക്കും ഈ പരിപാടിയിൽ പങ്കെടുക്കുവാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള സ്കൂളുകളിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വിക്ടറി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ PTA പ്രസിഡന്റ് കവിത ഉണ്ണി ആശംസകൾ അർപ്പിച്ചു. വളരെയധികം സന്തോഷകരമായിട്ടുള്ള ഒരു നിമിഷമാണ് നമ്മൾ ഇന്നിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. വ്യത്യസ്ത ആശയങ്ങളോട് കൂടി വ്യത്യസ്ത പരിപാടികളായി മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ വ്യത്യസ്ത ആശയത്തോടു കൂടി പരിപാടി സംഘടിപ്പിക്കുക എന്ന് പറയുന്നത് വളരെയധികം നല്ലൊരു കാര്യമായി ഞാൻ കാണുകയും ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുത്ത എൻ്റെ എല്ലാ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നന്ദി. മാനേജ്മെൻറ്റ് ട്രസ്റ്റ് അംഗവും ഡയമണ്ട് ജൂബിലി കമ്മിറ്റി ജനറൽ കൺവീനറുമായ ഷീബ S നന്ദി പ്രകാശിപ്പിച്ചു. നമുക്കായി കുറച്ചു നേരം സ്പെൻഡ് ചെയ്ത നമ്മുടെ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ശ്രീ GR അനിൽ, മറ്റ് വിശിഷ്ട വ്യക്തികളെ എല്ലാവരും, അധ്യക്ഷൻ സ്വാഗതം ആശംസിച്ച ശ്രീമതി ശ്രീകല ടീച്ചറിനും, ബാക്കി ഇവിടെ അധ്യക്ഷ പ്രസംഗവും സമയമായി, അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇതിലേക്കായി തയ്യാറെടുത്തു വന്നിരിക്കുന്ന എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് നമസ്കാരം.
വിക്ടറി ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീമതി ലീന എൻ നായർ, വിക്ടറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ബിന്ദു പിള്ള, വിക്ടറി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ HM ആശ S നായർ, അധ്യാപകർ, അനധ്യാപകർ, രക്ഷകർത്താക്കൾ, PTA മെമ്പർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ജനചിന്ത ന്യൂസ്, തിരുവനന്തപുരം.